പ്രതിമ ബേദി ജൂഹു ബീച്ചിൽ കൂടി നഗ്നയായി ഓഡിയോ. 1974 ബോംബെയിൽ നിന്നും സിനി ബ്ലിറ്റ്സ് എന്നൊരു സിനിമാ മാസിക പ്രസിദ്ധീകരിക്കാനൊരുങ്ങുമ്പോൾ അതിനൊരു ഇടിവെട്ട് തുടക്കമുണ്ടാവണമെന്ന് അതിന്റെ ചീഫായ റൂസി കറാഞ്ചെ തീരുമാനിച്ചുറപ്പിച്ചു. ഏറ്റവും എളുപ്പം ജനശ്രദ്ധ നേടാൻ ബോളിവുഡിലെ ഏതെങ്കിലും നടിയെക്കൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നതിനെപ്പറ്റി ആലോചിച്ചു. എന്നാൽ ആരാവണം ആ നടി എന്ന ചിന്ത കറാഞ്ചിയെ അലട്ടി. അദ്ദേഹത്തിന്റെ മകളും സിനി ബ്ലിറ്റ്സിന്റെ എഡിറ്ററുമായ റീത്ത മെഹ്തയാണ് പ്രതിമ ബേദി എന്ന മോഡൽ ഈ സാഹസത്തിന് മുതിർന്നേക്കുമെന്ന് സൂചിപ്പിക്കുന്നത്. റീത്ത തന്നെ ഈ ആവശ്യവുമായി പ്രതിമ ബേദിയെ സമീപിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും വിപ്ലവകരമായി ചെയ്യാൻ കുതിച്ചിരുന്ന പ്രതിമ റീത്തയുടെ ഓഫർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ബോംബെയിലെ ജൂഹു ബീച്ചിൽ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് പ്രതിമ ബേദി തൈബ് ബാദ്ഷാ എന്ന ഫോട്ടോഗ്രാഫർക്ക് മുൻപിൽ നൂലിഴ ബന്ധമില്ലാതെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആദ്യമെടുത്ത ചിത്രങ്ങളിൽ തന്റെ സ്ഥലങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണപ്പെട്ടതിനാൽ പ്രതിമ വീണ്ടും ഒരു സെഷൻ കൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. മുംബൈ എന്നല്ല ഇന്ത്യ ഒന്നാകെ ഇളക്കി മറിച്ച് പ്രതിമ ബേദി ജൂഹു ബീച്ചിൽ കൂടി നഗ്നയായി ഓടിയെന്ന വാർത്തയോടും ചിത്രങ്ങളോടും കൂടി സിനി ബ്ലിറ്റ്സ് ലോഞ്ച് ചെയ്യപ്പെട്ടു. സദാചാരവാദികൾ വാളോങ്ങി വിവാദത്തിന് തിരികൊളുത്തി. മോഡലും സാഹസികയുമായ പ്രതിമ ബേദി അതെന്റെ തൊഴിലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു ചിരിച്ചു. ഓരോ ഇന്ത്യൻ സ്ത്രീയും സാധാരണമെന്ന് വിശ്വസിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്ന എല്ലാ സാമൂഹിക മാനദണ്ഡങ്ങളെയും പ്രതിമ ബേദി തന്റെ ഇത്തരം പ്രവൃത്തികളിലൂടെ നിരന്തരം ധിക്കരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജീവിതം നൽകിയ പാനപാത്രത്തിന്റെ കൈപ്പുനീരിൽ അവർ പലതവണ ആശയറ്റവളായി, സന്യാസിയായി. 1998 കൈലാസ മാനസ സരോവരത്തിലേക്കുള്ള തീർത്ഥാടനത്തിനിടയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് അവരെ കാണാതായി. 49-ാം വയസ്സിൽ താൻ ആഗ്രഹിച്ച പോലെ പ്രകൃതിയോട് ചേർന്ന് മടങ്ങിയെന്ന് താൻ വിശ്വസിക്കുന്നതായി മകൾ പൂജാ ബേദി ഒരിക്കൽ എഴുതി. മരണാനന്തരം മകൾ പ്രസിദ്ധീകരിച്ച ടൈം പാസ് ദി മെമ്മേഴ്സ് ഓഫ് പ്രതിമ ബേദി എന്ന ഓർമ്മക്കുറിപ്പിൽ അവരൊരു വെളിപ്പെടുത്തൽ നടത്തി. 1974 താൻ ജൂഹു കടപ്പുറത്തുകൂടി നഗ്നയായി ഓടിയിട്ടില്ല. ഗോവയിലെ ഏതോ നഗ്ന മനുഷ്യരുടെ ഇടയിലാണ് താനും ആ ഫോട്ടോഷൂട്ടിനായി നിന്നുകൊടുത്തത്. അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ സൂപ്പർ എംബോസിംഗിന്റെ സഹായത്തോടെ ജൂഹു ബീച്ചും പരിസരവും കൃത്രിമമായി കൂട്ടിച്ചേർക്കുകയായിരുന്നത്രേ. കൈലാസ മാനസ സരോവരത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പരാജയപ്പെട്ട ഒരു സ്ത്രീയുടെ തേങ്ങൽ പോലെ ആ വെളിപ്പെടുത്തൽ അന്നത്തെയും സദാചാരവാദികളെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. അല്ലെങ്കിലും എല്ലാ വിവാദങ്ങൾക്ക് ശേഷവും മരിക്കാത്ത സത്യം മാനത്ത് നിന്നും മഴയായി പെയ്തിറങ്ങും. ആ മഴയിൽ നനയുക എന്നത് ഒരു അസുലഭ നിർവൃതിയാണ്.